എക്സ്പ്രഷൻ ഇടാൻ അറിയാത്ത നമ്മുടെ മഹേഷ് ബാബു മാക്സിമം എക്സ്പ്രഷൻ കുത്തി നിറയ്ക്കാൻ ശ്രമിച്ച ഒരു പടമാണ് സർക്കാരു വാരി പാട്ട. എന്തൊക്കെ വെറൈറ്റി പേരടി. അപ്പോൾ പടം തുടങ്ങുന്നത് നമ്മുടെ ഹീറോയിനെ കുറച്ച് പേർ ചേർന്ന് വണ്ടിയിൽ ചേസ് ചെയ്യുന്നതാണ്. അങ്ങനെ ചേസ് ചെയ്ത് ഏതൊരു മരുഭൂമിയിലെത്തും. അത് ലാസ്റ്റ് നമ്മുടെ ഹീറോയുടെ ഇൻട്രോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ എന്ത് എക്സ്പ്രഷൻ ആണ് ഇട്ടിരിക്കുന്നതെന്ന് കാണുന്ന നമുക്കും അറിയത്തില്ല, ചെയ്യുന്ന അങ്ങേർക്കും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഹീറോ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഇംഗ്ലീഷിലൊക്കെ മാസ് ഡയലോഗ് ഒക്കെ അടിക്കും. $1 is equal to 72 rupees. That means if you give me one, I'll have to give you 72 back. ഇവൻ അടിക്കാൻ വേണ്ടി വന്നതാണോ അതോ അടി വാങ്ങാൻ വേണ്ടി വന്നതാണോ? അങ്ങനെ നമ്മുടെ ഹീറോ കുറച്ച് ലോജിക് ഇല്ലാത്ത ഫൈറ്റ് ഒക്കെ നടത്തും. എന്നിട്ട് നേരെ ഒരു സെറ്റ് ഇട്ട് കുറച്ച് പെണ്ണുങ്ങളെയും വിളിച്ച് ഡാൻസ് കളിക്കും. നമ്മുടെ ഹീറോയുടെ ജോലി എന്ന് പറയുന്നത് പൈസ കടം കൊടുക്കുന്നതാണ്. ഒരു പ്രത്യേകതരം കടം കൊടുപ്പുകാരനാണ് നമ്മുടെ ഹീറോ. അതായത് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഹീറോ നേരെ ചെന്ന് അവനെ അങ്ങ് പണി വിടും. അങ്ങനെ പടത്തിൽ വെറുപ്പിക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെറുപ്പിക്കാൻ വേണ്ടി മാത്രം കീർത്തി വരുന്നത്. ഇവളുടെ പരിപാടി എന്ന് പറയുന്നത് എല്ലായിടത്തും പോയി ബെറ്റൊക്കെ വെച്ച് ചീട്ടൊക്കെ കളിച്ച് തോറ്റു പോകുന്നത്. അങ്ങനെ കയ്യിലുള്ള എല്ലാ പൈസയും തീരുമ്പോൾ കടം വാങ്ങാൻ തീരുമാനിക്കും. അപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരി പറയുന്നത് കുറച്ച് ട്രഡീഷണൽ ലുക്കിൽ നമ്മുടെ ഹീറോ എടുത്ത് പോയാൽ നമ്മുടെ ഹീറോ അത് കണ്ട് മയങ്ങി പൈസ തരുമെന്ന്. അങ്ങനെ ഇവൾ അടുത്ത ദിവസം ട്രഡീഷണൽ ലുക്കിൽ പഠിപ്പിച്ച ലുക്കിൽ നമ്മുടെ ഹീറോയെ വീഴ്ത്താൻ വേണ്ടി റോഡിൽ കൂടെ ഓടി വന്ന് അറിഞ്ഞുകൊണ്ട് ഹീറോയെ വന്ന് ഇടിക്കും. ബൈ ദ വേ ആ വീഴ്ചയിൽ തന്നെ നമ്മുടെ ഹീറോ അവളെ കണ്ട് മയങ്ങി പോകും. അമ്മാതിരി ഒരു കോഴിയാണ് നമ്മുടെ ഹീറോ. അങ്ങനെ ഇനി കുറച്ച് നേരം നമ്മുടെ ഹീറോയും ഇവളും തമ്മിലുള്ള കുറച്ച് ക്രിഞ്ചുകളാണ്. ക്രിഞ്ച് എന്ന് വെച്ചാൽ അമ്മാതിരി ക്രിഞ്ച്. അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഹീറോ അവളെ കല്യാണം കഴിക്കാൻ ഫിക്സ് ചെയ്യും. ഇത് കുറഞ്ഞ കോഴിയല്ല, ഇത് കുറച്ച് കൂടിയ സൈസ് കോഴിയാണ്. അങ്ങനെ ഇവൾ ചോദിക്കുന്ന എല്ലാം നമ്മുടെ മണ്ടനായ ഹീറോ ഇവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോ ഇവളുടെ കള്ളക്കളികളെല്ലാം തൂക്കും. എന്നിട്ട് കൊടുത്ത പൈസ തിരിച്ച് ചോദിച്ച് ചെന്നപ്പോഴേക്കും ഇവള് പറയും, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം കയറി അവളെ മോന്ന് നോക്കി ഒരൊറ്റ അടി അങ്ങ് കൊടുക്കും. അപ്പോഴേക്കും അവൾ കരഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ കിടക്കുന്ന അവളെ അച്ഛനെ വിളിച്ച് കരയും. എന്നിട്ട് അവളുടെ അച്ഛന്റെ പവർ കാണിച്ച് നമ്മുടെ ഹീറോയെ പേടിപ്പിച്ചു വിടും. ബൈ ദ ബൈ ഈഗോ ഹർട്ടായ നമ്മുടെ ഹീറോ അടുത്ത ദിവസം നാട്ടിലേക്ക് അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി പോകും. ബിക്കോസ് ഓഫ് അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ വേണ്ടി. എന്തായാലും നല്ല ബുദ്ധിയുള്ളവൻ തന്നെ നമ്മുടെ ഹീറോ. ഓക്കെ, ഇനി അടുത്ത് ഈ പടത്തിന് മ്യാരക വില്ലനെ കാണിച്ചുകൊണ്ടാണ്, അതായത് കീർത്തിയുടെ ഡാഡി. സ്വന്തമായിട്ട് തന്നെ എല്ലാവരുടെ മുമ്പ് വെച്ച് ഹൈപ്പ് കൊടുക്കുന്നതാണ് നമ്മുടെ മ്യാരക വില്ലന്റെ പരിപാടി. സിംഹാച്ചൽ ഉഗ്ര നരസിംഹസ്വാമിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സ്വാമിക്ക് കോപം കൂടുതലാ. വർഷം മുഴുവനും മേത്ത് ചന്ദനം തൂത്തുവെക്കും. കാരണം അദ്ദേഹത്തിന്റെ ശരിക്കുള്ള വിശ്വരൂപം കണ്ടാൽ കണ്ണുപോകും. ഞാനും അതുപോലെയാ. എന്തൊക്കെ വെറൈറ്റി മാസ് ഡയലോഗ് ഇതൊക്കെ. അങ്ങനെ നമ്മുടെ മ്യാരക വില്ലനെ കാണാൻ വേണ്ടി നമ്മുടെ ഹീറോ എത്തും. അപ്പോഴേക്കും ഇങ്ങനെ പറയും, കീർത്തി എടുത്ത് സോറി ചോദിച്ചിട്ട് നാട് വിട്ടു പോകാൻ പറയും. അത് പറയാൻ നമ്മുടെ ഹീറോയുടെ ഈഗോ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ വില്ലൻ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ ഹീറോ പബ്ലിക്കായിട്ട് പൈസ ചോദിച്ച് നാട്ടിക്കും. അങ്ങനെ അടുത്ത ദിവസം ഹീറോയെ കൊല്ലാൻ വേണ്ടി വില്ലന്റെ ആൾക്കാർ എത്തും. എന്നിട്ട് മീനിനെ വലയിട്ട് പിടിക്കുന്നത് പോലെ നമ്മുടെ ഹീറോയെ വലയിട്ട് പിടിക്കും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ഒറ്റ വലയ്ക്ക് തന്നെ ആ വല വരെ തന്നെ പീസായി മാറിപ്പോകും. എന്തായാലും നമ്മുടെ ഹീറോ ഒരു കില്ലാടി തന്നെ, കാരണം ഒരൊറ്റ വലിയിലല്ലടാ വല വരെ കീറിപ്പോയി. അങ്ങനെ നമ്മുടെ ഹീറോയുടെ വക വീണ്ടും ഒരു അപരാധ ലോജിക് ഇല്ലാത്ത ഫൈറ്റ്. അതിനിടയിൽ നമ്മുടെ വില്ലൻ ഫോണിൽ കൂടെ വിളിക്കും. അപ്പോഴേക്കും ഹീറോ ഒരു മാസ് ഡയലോഗ് അടിക്കും. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലെ അക്വേറിയത്തിലും ഫിഷ് പോണ്ടിലൊക്കെ വളർത്താനേ പറ്റുള്ളൂ സാർ. പാവ ഇതുപോലുള്ള മീനുകളെ കടലിലേക്ക് വേട്ടയ്ക്കൊന്നും അയച്ചേക്കരുത്, തിരിച്ചു വരില്ല. മോറൻ അവിടെ എന്നെ പോലെയുള്ള തിമിംഗലങ്ങൾ ഉണ്ടാവും. ഇത് കേട്ടാൽ ആ തിമിംഗലം വരെ പേടിച്ച് വിറച്ചു പോകും. അങ്ങനെ ഈ കട വാങ്ങുന്നതിന്റെ കാര്യം നാട്ടിൽ മൊത്തം പാട്ടാവും. അപ്പോഴേക്കും നമ്മുടെ വില്ലൻ നമ്മുടെ ഹീറോയെ ഒരു ഡീലിന് വിളിക്കും. എന്നിട്ട് ഈ ചീള് കേസിന് പ്രസ് മീറ്റ് ഒക്കെ വെക്കും. അങ്ങനെ ആ പ്രസ് മീറ്റിൽ വെച്ച് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടേണ്ടത് $10,000 അല്ല, പകരം 10,000 കോടി എന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ലോണിന്റെ പേപ്പറും കൊണ്ട് വില്ലന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബൈക്കിൽ വന്നതും കുറച്ച് വേട്ടവളയന്മാർ ചേർന്ന് തടഞ്ഞു. അപ്പോഴേക്കും ബൈക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മുടെ ഹീറോ ഒരു പാണ്ടി ലോറിയായിട്ട് വരും. എന്നിട്ട് അവരുടെ മുമ്പേ കിടന്ന് മാസ് കാണിക്കും. അപ്പോഴേക്കും വീണ്ടും വെറുപ്പിക്കാൻ വേണ്ടി ഫ്ലൈറ്റ് പിടിച്ച് കീർത്തി വരും. പിന്നെ അറിയാലോ ക്രിഞ്ചാണ് മെയിൻ. അതങ്ങ് വെച്ച് നമ്മളങ്ങ് കുറച്ച് നേരത്തേക്ക് വെറുപ്പിക്കും. എന്തിന് ക്രിഞ്ചെന്ന് വെച്ചാൽ ഡെയിലി ഇവളുടെ കാലിന്റെ മേലിൽ കാലിട്ടാൽ മാത്രമേ ഇവന് ഉറക്കം വരത്തുള്ളൂ. അമ്മാതിരി ക്രിഞ്ചാണ്. അങ്ങനെ EMI അടയ്ക്കുന്ന എല്ലാവരും ചേർന്ന് നമ്മുടെ ഈ മ്യാരക വില്ലനെ പണ്ണാൻ തുടങ്ങും. ബിക്കോസ് ഓഫ് ദ മ്യാരക വില്ലന്റെ കഴപ്പ് കാരണം. അപ്പോഴേക്കും നമ്മുടെ ഹീറോ വന്ന് രക്ഷപ്പെടുത്തും. അതോടെ പടം തീർന്നു.